കേരളത്തിലെ വൈദ്യുതി ഉപയോക്താക്കൾക്ക് കനത്ത തിരിച്ചടിയെ സർക്കാർ വീണ്ടും വൈദ്യുതി നിരക്കുകൾ ഉയർത്തിയിരിക്കുകയാണ്. ഈ വർഷം 16 പൈസയാണ് കൂട്ടിയിരിക്കുന്നത്. അടുത്ത വർഷം ഏപ്രിൽ മുതൽ യൂണിറ്റിന് 12 പൈസ കൂടി വർദ്ധിപ്പിക്കും. പുതിയ നിരക്ക് പ്രകാരം വീടുകളിലെ വൈദ്യുതി ബില്ലിൽ 14 മുതൽ 300 വരെ വർധനവുണ്ടാകും. എങ്ങനെയൊക്കെയാണ് വർധനവുണ്ടായിരിക്കുന്നത് നോക്കാം. 2 മാസം 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പഴയ നിരക്കനുസരിച്ച് 406 രൂപയാണ്. എന്നാൽ പുതിയ നിരക്ക് പ്രകാരം 420 രൂപയായി ഇത് ഉയർന്നു. 14 രൂപയുടെ വർധനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 300 യൂണിറ്റിന് പഴയ നിരക്ക് 1410 ആയിരുന്നു. പുതിയ നിരക്ക് 1456 രൂപയായി. 500 യൂണിറ്റിന് പഴയ നിരക്ക് 3016 ആണ്. ഇവിടെ 90 രൂപ കൂടി 3106 ആയി. 600 യൂണിറ്റ് മുതൽ 1500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 100 രൂപ മുതൽ 300 രൂപ വരെ വർദ്ധിച്ചിരിക്കുന്നു. ചെറുകിട വ്യവസായങ്ങൾക്ക് 2 വർഷങ്ങളിലായി 5 പൈസ വീതമാണ് കൂടുന്നത്. വൻകിട വ്യവസായങ്ങൾക്ക് ഈ വർഷം 10 പൈസയും അടുത്ത വർഷം 5 പൈസയുമാണ് വർദ്ധിക്കുക. വീടുകളിൽ വിവിധ സ്ലാബുകളിലെ വർധനവ് 15 പൈസ മുതൽ 25 പൈസ വരെയാണ്. വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഫിക്സഡ് ചാർജിൽ 5 മുതൽ 40 രൂപ വരെ വർധനവ് ഉണ്ടാകും. BPL-കാർക്കും നിരക്ക് വർധനവ് ബാധകമാണ്. അതേസമയം 40 യൂണിറ്റിന് താഴെയുള്ളവർക്ക് ചാർജ് വർധനവ് ബാധകമല്ല. ഡിസംബർ 5 മുതൽ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വന്നു. 2 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് നിരക്ക് കൂട്ടുന്നത്. നിലവിൽ മീറ്റർ വാടക കൂട്ടിയിട്ടില്ല. 2017 മുതൽ 2024 വരെ വൈദ്യുതി നിരക്കിൽ വർധനവുണ്ടായിട്ടുണ്ട്. 2017 30 പൈസയാണ് വർദ്ധിപ്പിച്ചത്. 2019 ആയപ്പോഴേക്കും അത് 40 പൈസയായി ഉയർത്തി. 2023 24 പൈസയാണ് ഉയർത്തിയത്. ഈ 7 വർഷത്തിൽ ഏറ്റവും അധികം നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് 2022-ലാണ്. 49 പൈസയാണ് 2022 വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അനിവാര്യ ഘട്ടത്തിലാണ് നിരക്ക് വർധനവെന്നും ബോർഡിന്റെ കടബാധ്യത രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നിരക്ക് കൂട്ടാതെ വഴിയില്ലെന്നും വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുത ആവശ്യങ്ങൾ നിറവേറ്റാൻ ബോർഡ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയാണ്. ഇതിന് ചെലവേറിയതാണ്. കൂടാതെ ബോർഡിന്റെ സാമ്പത്തിക നില വളരെ മോശമാണ്. അതിനാൽ നിരക്ക് വർദ്ധിപ്പിക്കാതെ മുൻപോട്ട് പോകാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ യൂണിറ്റിന് 16 പൈസ വീതം വർദ്ധിപ്പിച്ച ഉത്തരവിറക്കിയത്. സംസ്ഥാനത്തെ ജനജീവിതത്തെ ഇത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. വ്യവസായ മേഖലകളിൽ വൈദ്യുതി നിരക്കുകൾ ഉയരുന്നതോടെ ഉൽപാദന ചെലവ് കൂടും. ഇതിന്റെ ഫലമായി വിൽപ്പന വില വർദ്ധിക്കുകയും ഉപയോക്താക്കൾക്കുള്ള സാധനങ്ങളുടെ വില കൂടുകയും ചെയ്യും. നിരക്ക് വർധനവോടെ സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാവുകയാണ്. ഇപ്പോൾ തന്നെ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് ഈ മാറ്റം വലിയ ആഘാതമാണ് ഉണ്ടാക്കുക. ഇപ്പോൾ തന്നെ സാധനങ്ങൾക്ക് വില കൂടി വരികയാണ്. ഇതിന്റെ കൂടെ വൈദ്യുത ബിൽ കൂടി വർദ്ധിപ്പിച്ചാൽ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക?